ദിസ് ഇസ് ഓൺലി ആൻ അഡ്വാൻസ്. എന്തും ഡിമാൻഡ് ചെയ്യാം. പകരം നാളത്തെ പത്രത്തിൽ ഹെഡ്ലൈൻസ് ഇതായിരിക്കണം: ജയിൽ ചാടാൻ ശ്രമിച്ച ക്രിസ്റ്റി വർഗീസ് SP ജോസഫ് വടക്കേണ്ട വെടിയേറ്റ് മരിച്ചു. ഏതോ ഒരു ആൻഡ്രൂസ് എന്നെ കാണാൻ മുംബൈ നിങ്ങെത്തിയെന്നറിഞ്ഞപ്പോ ഞാൻ കരുതിയത് അവന് ആ ക്രിസ്റ്റിയെ എന്നേക്കുമായി അഴിയെണ്ണിക്കാനോ തൂക്കിലേറ്റാനോ ഉള്ള ഒരു തെളിവുമായി വന്നെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു പെട്ടി നിറയെ പണം കണ്ടാൽ തന്റെയൊക്കെ ആലക്കി തരുന്ന പോലീസേമാന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അങ്ങ് മുംബൈയിൽ. ഇത് ജോസഫ് വടക്കന. താനിത് വടക്കനായാലും തെക്കനായാലും ആൻഡ്രൂസിനെ പിണക്കുന്നത് ബുദ്ധിയാണോന്ന് ആലോചിക്കണം. തനിക്കറിയില്ല ഈ ആൻഡ്രൂസിനെ. കൂടുതൽ സംസാരിച്ചാൽ താൻ ഏത് ഡോൺ ആയാലും തൂക്കിയെടുത്ത് അകത്തിടാൻ ഈ ഒരൊറ്റ വകുപ്പ് മതി. അതുകൊണ്ട് അടുത്ത വണ്ടിക്ക് വേഗം സ്ഥലം വിട്ടോ മുംബൈക്ക്. അല്ലെങ്കിൽ നാളത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾക്കൊപ്പം പോലീസിന്റെ വെടിയേറ്റ് മരിച്ച് ഈ മുംബൈ ഡോണിന്റെ പടവും ഉണ്ടാവും. മിസ്റ്റർ വടക്കൻ, നിങ്ങൾക്ക് ക്രിസ്ത്യൻ ആളെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല. ഓൺ ദ വേ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഐ വിൽ ആൻഡ്രൂ ബാന്ദ്ര, കുപ്രസിദ്ധ അധോലോക നായകൻ. ദിനം പ്രതി ഒരു 10 ക്രിമിനൽ കേസെങ്കിലും ഉണ്ടാക്കാതെ ഉറങ്ങാൻ പറ്റാത്ത അണ്ടർവേൾഡ് ഡോൺ. ഒരു ഭാഗത്ത് ക്രിസ്റ്റി ചാടി രക്ഷപ്പെടുമെന്ന്, മറുഭാഗത്ത് ആൻഡ്രൂസ് അയാളെ കൊല്ലുമെന്ന്. ക്രിസ്റ്റിയെ കൊല്ലാൻ അയാൾ കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടാണെങ്കിൽ അയാൾ കൊല്ലും. കൊന്നിട്ട് പോട്ടെ, ആർക്കാ ചെയ്തം. ഞാനാണെങ്കിൽ കാശ് മേടിച്ച് വെച്ചിട്ടൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അതിന് താനല്ലല്ലോ ഞാൻ. ക്രിസ്റ്റിയുടെ പ്രൊട്ടക്ഷൻ പോലീസിന്റെ അല്ല, എന്റെ ഉത്തരവാദിത്വം. കണ്ട, തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിയതാ. ഇറ്റ്സ് ബുള്ളറ്റ് പ്രൂഫ്. കൂടാതെ NSG ചീഫ് കമാൻഡർ റഷീദ് റഹ്മാന്റെ നേതൃത്വത്തിൽ 5 കമാൻഡോസ്. റഷീദ് റഹ്മാൻ വടക്കൻ രണ്ടും കൽപ്പിച്ചാണല്ലോ. റഷീദ്, കമ്മീഷണർ ഹരിഹരൻ തമ്പി. Hello. ഹലോ. Go and bring him. Sir. Come on, take over. Sir. ഹരിഹരോ, ഷേർസൺ 2 കൊല്ലം കൊണ്ട് മുംബൈ അണ്ടർവേൾഡിനെ കിടുകിടാ വിറപ്പിച്ച സൺ ഓഫ് ഷെയർ, സിംഹക്കുട്ടി. അങ്ങനെ പ്രതിക്കൂട്ടിലായി. അല്ല, നീ എങ്ങനെയാ സിംഹക്കുട്ടിയായത്? അമ്മ കാട്ടിലേക്ക് പോവായിരുന്നോ അതോ സിംഹം നാട്ടിലേക്ക് വരുമായിരുന്നു? കാട്ടിലേക്കായാലും നാട്ടിലേക്കായാലും ഉണ്ടായ സിംഹക്കുട്ടിയല്ലേ. അല്ല, ഇവനെ പോലെ വീട്ടിലെ വളർത്തു പട്ടിക്കുണ്ടായതല്ലോ. മഴക്കാലത്ത് മണ്ണിരെ ഒന്ന് കൊഴുത്തെന്ന് കരുതി ഈ മൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുതേ. കോടതിയിൽ ഹാജരാക്കുമ്പോ പ്രതിയുടെ ദേഹത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മുറിവോ ചതവോ ഉണ്ടാകാൻ പാടില്ല. നാരേക്ക് സാറേ, എന്റെ 2 കൈയും ഫ്രീയാ. പ്രതിയുടെ ഭാഗത്ത് നിന്ന് മുറിവോ ചതവോ ഈ ഹരിഹരനുണ്ടാവും. റഷീദ്, ടേക്ക് ഹിം ആൻഡ് ലോക്ക് ഹിം. Yes, sir. ഉഗ്രൻ വണ്ടിയാണല്ലോ. മുംബൈ പോലീസിന് പോലും ഇത്രയും വലിയ സെറ്റപ്പ് ഇല്ല. മുന്നിലും പിന്നിലും എസ്കോർട്ട്. Sir. മുന്നിൽ റഷീദ് മാത്രം. ലോക്ക് ദ ഡോർ ആൻഡ് കീപ് ദ കീ. Yes, sir. Sir. Sir, അകത്ത് തനിച്ച്. Come on, boys. Quick. Sir.
VIP കാറ്റഗറി. സർ, എന്റെ 2 കാലും ഫ്രീ ആണ്. ലോക്ക് ചെയ്യണോ? Is it a bulletproof van? യാ, ഇതിനകത്ത് നിന്ന് പുറത്തേക്കോ ഇതിനകത്തേക്കോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അടിയിൽ ബോംബ് വെച്ചാൽ ബോംബ്. നിന്നെ ആരെങ്കിലും കൊല്ലാനോ നീ രക്ഷപ്പെടാനോ ഞാൻ സമ്മതിക്കില്ല. മരിച്ചാലും ഒരുമിച്ച്. ഓക്കെ. വടക്കൻ തോക്കെടുത്തിട്ട് എന്താകാനാ? ഈ ബുള്ളറ്റ് പ്രൂഫ് വാനിൽ നിന്ന് പുറത്തേക്കോ അകത്തേക്കോ ഷൂട്ട് ചെയ്യാനാകില്ലല്ലോ. ഇതാണ് കാരണവന്മാര് പറയുന്നത് അതിബുദ്ധി ആപത്താണെന്ന്. ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്താൽ ഈ ബുള്ളറ്റ് പ്രൂഫ് വാൻ കത്തിച്ചാമ്പലാകും. ഈ ലോക്ക് തുറന്ന് ക്രിസ്റ്റിയെ പുറത്തിറക്കി തന്നാൽ വടക്കിനെ വിട്ടയക്കാം. Give me the gun. Release it. ഇല്ലെങ്കിൽ ഈ വാൻ അടക്കം എല്ലാവരെയും കത്തിക്കും. Make it quick. നോ സർ, നോ സർ, എന്നെ വിട്ടുകൊടുക്കരുത്. നോ സർ, പ്രതിയുടെ പ്രൊട്ടക്ഷൻ പോലീസിന്റെ ഉത്തരവാദിത്വമാണ്. Keys. Lock him. Lock ചെയ്. ചെയ്യാൻ. Move. ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. ഈസ് മൈ ബോസ്. നോ നോ നോ, ഹീസ് മൈ ബോസ്. താൻ എന്താ പറഞ്ഞേ? ക്രിസ്റ്റി രക്ഷപ്പെടണമെങ്കിൽ വടക്കൻ തെക്കോട്ട് നോക്കിയിരിക്കണം. നോക്കിയിരുന്നോ? അതാണ് തെക്ക്.
I salute you, sir. You're a sincere police officer. Bye.